ഇന്നത്തെ വീഡിയോ കളക്ഷൻ ഡാറ്റ ടൈപ്സിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കളക്ഷൻ ഡാറ്റ ടൈപ്സിന്റെ ആദ്യത്തെ ഒരു ഡാറ്റ ടൈപ്പ് ആയ ലിസ്റ്റ് ആണ് പഠിച്ചത്. ഇന്നത്തേൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടു കളക്ഷൻ ഡാറ്റ ടൈപ്സ് ആയ ടപ്പിൾസും സെറ്റ്സും ആണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ഐറ്റംസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ അതിന്റെ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. സോ നമുക്ക് ആദ്യം അത് നോക്കാം. ഞാൻ 5 ഐറ്റംസ് ഉള്ളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് L1 പിന്നെ അതിൻ്റെ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. എനിക്ക് സെക്കൻഡ് 3 എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സിലാണ്. സോ ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് ഏത് വാല്യൂ ആണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വാല്യൂ കൊടുക്കുക. ദെൻ ഞാനിപ്പോൾ ഇനി ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് സെക്കൻഡ് ഇൻഡെക്സിൽ ഇരിക്കുന്ന ഐറ്റം 3 മാറിയിട്ട് അനുവായിരിക്കും. അപ്പോൾ ഇനി അത് പ്രിന്റ് ചെയ്യിക്കാൻ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. 3 എന്നുള്ള വാല്യൂ അവിടെ ചേഞ്ച് ആയി നമുക്ക് അനു എന്നുള്ള വാല്യൂ കയറി. ഇങ്ങനെയാണ് നമുക്ക് ലിസ്റ്റ് ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായ ടപ്പിൾസും സെറ്റ്സും. ടപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേനും നേരത്തെ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ടപ്പിൾസ്. ടപ്പിൾസിന്റെ ഐറ്റംസ് ഓർഡേർഡ് ആയിരിക്കും, അൺചേഞ്ചബിൾ ആയിരിക്കും, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് അത് അലോ ചെയ്യത്തില്ല. അലോ ചെയ്യത്തില്ലെന്നല്ല, അലോ ചെയ്യും. അതായത് ലിസ്റ്റിനെ പോലെ തന്നെ ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് അൺചേഞ്ചബിൾ ആണ്. വിച്ച് മീൻസ് അതിനകത്ത് ഒരു ആഫ്റ്റർ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഐറ്റംസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനോ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ ടപ്പിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റൗണ്ട് ബ്രാക്കറ്റ്സ് ആണ്. റൗണ്ട് ബ്രാക്കറ്റ്സിൽ നമുക്ക് ഇപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര വേണമെങ്കിലും ടപ്പിൾസിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്കൊരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. റൗണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടപ്പിൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടപ്പിൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുക. ഒരു വേരിയബിൾസ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ഐറ്റംസ് ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ടപ്പിളിൻ്റെ അകത്ത് ഐറ്റംസ് ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ടപ്പിൾ ഐറ്റംസ് ഓർഡേർഡ് ആണ്, ഓർഡർ ചേഞ്ച് ചെയ്യത്തില്ല. സോ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഐറ്റംസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊരു ടപ്പിൾ ഐറ്റംസ് ഉള്ളത് ടപ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇതിൻ്റെ അകത്തുനിന്ന് ഐറ്റം ആക്സസ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റം ആക്സസ് ചെയ്യാൻ പറ്റുന്നു. സോ ടു ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ പറ്റും.
സീറോ തുടങ്ങിയാണ് ഇൻഡെക്സ് പൊസിഷൻ തുടങ്ങുന്നത്. നെക്സ്റ്റ് വന്നെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനായിരിക്കും. ആൻഡ് സോ ഓൺ ആണ് ഇൻഡെക്സിങ് പോകുന്നത്. നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ട്. ഈ പറയുന്ന ഒരു ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ലാസ്റ്റ് ഐറ്റം -1 എന്നുള്ള രീതിയിൽ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ട്. നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐറ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് റേഞ്ച് ഓഫ് ഇൻഡെക്സ് ഉണ്ട്. റേഞ്ച് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 to 6 ഒരു കോളം വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും കൊടുക്കുക. ലാസ്റ്റ് ഇൻഡെക്സിലുള്ള ഐറ്റം എക്സ്ക്ലൂഡഡ് ആയിരിക്കും, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സിലുള്ള ഐറ്റം ഇൻക്ലൂഡഡ് ആയിരിക്കും. നമുക്ക് റേഞ്ച് ഓഫ് ഇൻഡെക്സിലുള്ള വാല്യൂസും നമുക്ക് കിട്ടും. ഇനി നമുക്ക് രണ്ട് ടപ്പിളിൻ്റെ അകത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ടപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഡാറ്റ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യാനേ പറ്റുള്ളൂ. കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് ഡാറ്റ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ T1.append അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ടോ ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം ഇതിനെ ഒരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ലിസ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ലിസ്റ്റ് വന്നല്ല L1.insertോ റിമൂവോ അപ്പൻഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമ്മൾ നേരത്തെ പഠിച്ച മാതിരി ഓപ്പറേഷൻസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെർഫോം ചെയ്ത് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് പൊസിഷനിലേക്ക് 1 എന്ന് പറയുന്നൊരു വാല്യൂ ഞാൻ ഈ ലിസ്റ്റിനെ വീണ്ടും ടപ്പിളാക്കി റീകൺവേർട്ട് ചെയ്യാം. ടപ്പിൾ L1 ആക്കുക. നമുക്ക് പ്രിന്റ് ചെയ്ത് T1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു T1 ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലേക്ക് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ടപ്പിളിലേക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുക. അല്ലാതെ നമുക്ക് നോർമൽ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനോ അതിൻ്റെ അകത്തൊരു ഡാറ്റ ചേഞ്ച് ചെയ്യാനോ ഇൻസേർട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ടപ്പിളിൻ്റെ ഇത് നമുക്ക് 2 ടപ്പിളിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ടപ്പിളിനെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ടപ്പിളിനെ ആഡ് ചെയ്ത് മൂന്നാമത്തെ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ആ രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ടപ്പിൾ വെച്ച് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ. നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് സെറ്റാണ്. സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റ് ഐറ്റംസ് ആർ അൺചേഞ്ചബിൾ, അൺഓർഡേഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആർ നോട്ട് അലൗഡ്. അതായത് ലിസ്റ്റില് ടപ്പിളിലെ പോലെയല്ല സെറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു ഓർഡർ ഇല്ല. വിച്ച് മീൻസ് അതിനൊരു ഇൻഡെക്സിങ് പൊസിഷൻ ഇല്ല. അത് എപ്പോഴും അതിന് ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത് വരുന്നത് അത് ഇൻഡെക്സിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻഡെക്സ് വെച്ചിട്ടാണല്ലോ നമ്മളൊരു ഐറ്റത്തിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇൻഡെക്സ് അതായത് പിന്നെ ഇൻഡെക്സിലുള്ള ഐറ്റം മാറ്റി വേറൊരു ഐറ്റം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഡെക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേറെ ഒരു അതിൻ്റെ അകത്തുള്ള ഐറ്റംസിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ദെൻ അൺഓർഡേഡ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യത്തില്ല. അതായത് നമ്മൾ എത്ര ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുത്താലും ഒരു സെറ്റ് അതിന് ആഡ് ചെയ്യത്തില്ല. സിംഗിൾ വാല്യൂസ് മാത്രമേ ഒരെണ്ണത്തിൽ എടുക്കുള്ളൂ. സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റ് ആണ്. കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താ എത്ര വേണമെങ്കിലും ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു ജസ്റ്റ് പ്രിന്റ് കൊടുത്തു. റൺ ചെയ്ത് കിട്ടും. അത്
അതേസമയം എനിക്ക് S1-ന്റെ ഒരു ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് ഞാൻ അതിനെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഉറപ്പായിരിക്കും കിട്ടും. ടൈപ്പ് എറർ സെറ്റ് ഒബ്ജക്റ്റ് ഇസ് നോട്ട് സബ്സ്ക്രിപ്റ്റബിൾ. അതായത് നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല സെറ്റിൻ്റെ അകത്ത്. ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാം. ടൈപ്പ് കണ്ടുപിടിക്കണം, ടൈപ്പും കണ്ടുപിടിക്കാം. ഇതൊക്കെ പോസിബിൾ ആണ്, കണ്ടുപിടിക്കാൻ പോസിബിൾ ആണ്. അതുപോലെ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് കണ്ടുപിടിക്കുകയും ചെയ്യാം. സെറ്റ് ഇനി അത് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് സെറ്റിൻ്റെ അകത്തെ ഐറ്റംസ് നമുക്ക് ലൂപ്പ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് പറയുന്ന മാതിരി ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലൂപ്പ് വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. ഫോർ ലൂപ്പ് എഴുതുക. ഫോർ S1 പ്രിന്റ് സി. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റി. പക്ഷെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓർഡർ ABCD ആ ഒരു സെയിം ഓർഡറിൽ തന്നെ അല്ല അത് വരുന്നത്, വേറൊരു ഓർഡറിലായിരിക്കും. അതായത് നമ്മൾ ഈച്ച് ടൈം അതിനെ ആക്സസ് ചെയ്യുമ്പോഴും അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അത് അൺഓർഡേർഡ് എന്ന് പറയുന്നത്. സെറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കൊടുത്തു വിചാരിക്കും. 1ഉം 2ഉം ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിന്റ് S1 കൊടുക്കുമ്പോഴത്തേനും ഇതെല്ലാം അത് ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വാല്യൂ മാത്രമേ വെക്കത്തുള്ളൂ. 1 2 3 4 സിംഗിൾ വാല്യൂസ് മാത്രമേ വെച്ചുള്ളൂ. അതിൻ്റെ എത്ര ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ അകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് സെറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യത്തില്ല എന്ന് പറയും. സെറ്റ്സിലേക്ക് നമുക്ക് ഈ പറയുന്ന മാതിരി തന്നെ സെറ്റ്സിൻ്റെ അകത്ത് ഐറ്റംസ് അൺചേഞ്ചബിൾ ആണെങ്കിലും അതിൻ്റെ അകത്തേക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാനും അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ S1 സെറ്റ് ടെസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് S1 ആഡ് എന്ന് പറയുന്ന മെത്തേഡ്. ആഡ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഏത് ഐറ്റമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ജിയും കൂടി ആ ഒരു സെറ്റിലേക്ക് ആഡ് ചെയ്തു വന്നു. ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ആ ഓർഡർ ചേഞ്ച് ചെയ്യും. ഇനി ആഡ് അല്ലാണ്ട് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ആഡാണ് നമ്മൾ പറയുന്ന മാതിരി നമുക്ക് സെറ്റിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ട് സെറ്റ്, അതായത് വേറെ സെറ്റിൽ നിന്നാണ് എനിക്ക് ഐറ്റംസ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം, സെക്കൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ സെക്കൻഡ് സെറ്റിലുള്ളത് എനിക്ക് S1ലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ S1.update എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുക. എന്നിട്ട് ഏത് സെറ്റിൽ നിന്നാണ് ഐറ്റംസ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെറ്റിൻ്റെ ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. S1 മാത്രമേ ചേഞ്ച് ആയിട്ടുണ്ടാവുള്ളൂ. S2 ചേഞ്ച് ആയിരിക്കും. അപ്പോൾ 1 2 3 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ആദ്യത്തെ സെറ്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് സെറ്റ് മാത്രമല്ല എനി ഐറ്ററബിൾ, അതായത് എനി കളക്ഷൻ ഡാറ്റ ടൈപ്സിന്റെ ഡാറ്റയും നമുക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് നമുക്കൊരു ഐറ്റം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്.
റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് s1.remove എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. s1.remove ഏത് ഐറ്റം ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിങ് നമുക്കതൊന്ന് റിമൂവ് ആക്കി കിട്ടും. നോക്കുവാണെങ്കിൽ എ അതിൻ്റെ അകത്തില്ല, ബാക്കിയുള്ള വാല്യൂസ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ റിമൂവിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് എ എന്ന് പറയുന്ന ഒരു ഐറ്റം അതിൻ്റെ അകത്ത് ഇല്ല എങ്കിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എറർ കാണിക്കും. മനസ്സിലായോ? ഈ ഒരു എറർ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് വലിയൊരു സെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഈ ഒരു ഐറ്റം അതിൻ്റെ അകത്ത് ഉണ്ടോ, റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സാധനം അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ എറർ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിമൂവിന് പകരം ഡിസ്കാർഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരു ഐറ്റം അതിനകത്ത് ഇല്ല എങ്കിലും ഒരു എറർ അത് റേസ് ചെയ്യില്ല. വേണ്ട, ഒരു എറർ ഇല്ലാണ്ട് തന്നെ അത് എക്സിക്യൂട്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്കാർഡ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് റിമൂവ് ഡിസ്കാർഡ്. നമുക്ക് പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ലിസ്റ്റിൽ പഠിച്ചത് നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റും. പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് s1.pop കൊടുക്കുന്നു. ലാസ്റ്റ് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് അത് പേടാ കളയാന്ന് പറയാൻ പറ്റില്ല. പോപ്പ് അതുകൊണ്ടിട്ട് പോപ്പ് തേട് അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ത് ഐറ്റമാണ് റിമൂവ് വലിയ ഐഡിയ ഉണ്ടാവില്ല, പേരുണ്ടാവും. ബി ആണ് അതിൻ്റെ അകത്ത് റിമൂവ് ആയിപ്പോയത്. സോ ഏത് ഐറ്റമാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വലിയ ഐഡിയ ഇല്ലാതെ പോപ്പ് സമയം പോപ്പ് അത് യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ ഇതിന് സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫുൾ ഐറ്റംസും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലിയർ മെത്തേഡ്. ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു s1-ലുള്ള ഐറ്റംസ് എല്ലാം ക്ലിയർ ആയിട്ട് ജസ്റ്റ് ആ ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയല്ല, ജസ്റ്റ് ഇന്റർ ലിസ്റ്റ് അങ്ങനെ സെറ്റ് അങ്ങനെ തന്നെ കളയണമെന്നുണ്ടെങ്കിൽ, സെറ്റിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റും കളയണമെന്നുണ്ടെങ്കിൽ കീബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിന്റെ ബ്ലൂ പ്രിന്റ് കളയാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ s1 നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന അറിവ് കിട്ടും. അതാണ് ടപ്പിളും ടപ്പിൾ ഓപ്പറേഷൻസും അതുപോലെ തന്നെ സെറ്റും സെറ്റ് ഓപ്പറേഷൻസും വരുന്നത്.